ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്. മലയിൽ നിന്ന് ലോഡുമായിട്ട് എറണാകുളത്തു നിന്ന് വരുന്ന ലോഡാണ്. 2 മണിയായപ്പോഴേക്ക് വന്നു, ബ്രേക്ക് പോയി എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞത് പിന്നെ പോലീസുകാർ പെട്ടെന്ന് ഹൈവേ പോലീസ് വന്നു. അവർ എല്ലാവരുടെ കൂടി എടുത്ത് 2 പേരെ ആശുപത്രി കൊണ്ടുവരുന്നു. ഇതിപ്പോൾ സ്ഥിരം ഒരു സംഭവമായിരിക്കുകയാണ്. ഇത് ആൾക്കാർക്കൊക്കെ ഇവിടെ പേടിയായിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ഈ ലോഡും വണ്ടികൾ വരുന്നത്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിനൊരു ശരിയായ ഒരു നടപടി ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടുന്ന് ലോഡും വണ്ടി വിടാതെ അവിടെ ബോർഡ് വെക്കുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയൊരു ഇതാണ്. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഏതായാലും ഈ സംരക്ഷണ ഭിത്തി കെട്ടിയത് കൊണ്ട് താഴോട്ട് പോയില്ല. അല്ലെങ്കിൽ ഈ ലോറി വീശി ഒടിച്ചായിരിക്കണം പറഞ്ഞത്. ഇത്രയും നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. രാത്രി 2 മണിയോടുകൂടിയായ സംഭവം നടന്നിരിക്കുന്നത്. ഒരാളുടെ കാലു ഇതിനകത്ത് കുടുങ്ങിയിട്ട് ഇത് ഡോറൊക്കെ വെട്ടി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരാൾ പുറത്ത് ചാടിയായിരുന്നു. അവർക്ക് വലിയ പരിക്കില്ല. ഒരാൾക്ക് നല്ല പരിക്കുണ്ട്, കാലിനൊക്കെയാണ് പരിക്ക്. ഞങ്ങൾ വന്നപ്പോഴേക്ക് ആൾ ഇവിടുന്ന് എടുത്ത് പോയി. ഞാനൊരു 2:45 ആയപ്പോഴേക്ക് അപ്പോൾ പോലീസുകാർ വന്ന് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. അവർ വന്നിട്ടാണ് ഇത് ഡോറൊക്കെ പൊളിച്ചത്. അങ്ങാടിപ്പുറം പരിയാപുരം ചീരട്ടാമലയിലെ അപകടവളവിൽ വാഹനാപകടങ്ങൾ പതിവാവുകയാണ്. എറണാകുളത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ് തിങ്കളാഴ്ച പുലർച്ചെ അപകടം സംഭവിച്ചത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശബ്ദം കേട്ടതിനു ശേഷം ഓടി വന്നപ്പോഴാണ് വാഹനം തലകുത്തനെ മറിഞ്ഞുകിടക്കുന്നതായി പ്രദേശവാസികൾ കണ്ടത്. ഡ്രൈവറും ക്ലീനറും ഉള്ളിൽ തന്നെ അകപ്പെട്ട നിലയിലായിരുന്നു. നാട്ടുകാരും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ പുറത്തെടുത്തത്. തുടർന്ന് ഇവരെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചതും. അതേസമയം പുലർച്ചെ അപകടം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓടിയെത്തി വാഹനത്തിനുള്ളിൽ അകപ്പെട്ട 2 പേരെയും വാഹനത്തിൽ നിന്ന് ഇറക്കിയെങ്കിലും കൊണ്ടുപോകാൻ വാഹനം ലഭിക്കാത്തതും ഏറെ ദുരിതത്തിലാക്കിയെന്നും ആംബുലൻസിന് പലതവണ വിളിച്ചിട്ട് പോലും ഒരു ആംബുലൻസുകാരന് പോലും ഫോൺ എടുത്തില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. എറണാകുളത്ത് നിന്ന് വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പികളുമായി വന്ന വാഹനമാണ് പരിയാപുരത്തെ വളവിൽ മറിഞ്ഞത്. അപകട മേഖലയായ ഇവിടെ മുൻപും നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.